ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്കിന്ന് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അർത്ഥസഹിതം വിവരിക്കുന്ന ആ ഒരു പഠനത്തിൻ്റെ 9ാമത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ചിന്ന് ആ സഹസ്രനാമം തുടങ്ങുകയാണ്. ഇതുവരെയും നമ്മൾ ധ്യാന ശ്ലോകവും ആ വന്ദന ശ്ലോകങ്ങളുമൊക്കെയായിരുന്നു അർത്ഥം വിവരിച്ചിരുന്നത്. ഇന്നു മുതൽ ഈ വിഷ്ണു സഹസ്രനാമം ഓരോ ശ്ലോകത്തിലും അടങ്ങിയിരിക്കുന്ന ഭഗവാന്റെ ഓരോ പദങ്ങൾ, ഭഗവാനെ വർണ്ണിക്കുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം എടുത്ത് വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓരോ അർത്ഥത്തിലൂടെയും ഭഗവാന്റെ 1000 നാമങ്ങളെ നമ്മളിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ 1008 നാമങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ചില നാമങ്ങൾ 4 പ്രാവശ്യം വരുന്നതുണ്ട്, ചിലത് 3, ചിലത് 2, ചിലത് ആവർത്തിക്കാതെ പോകുന്നതുണ്ട്. അത് എത്ര എണ്ണമൊക്കെയാണെന്ന് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഏക തത്വമുണ്ട്. ആ തത്വം എന്താണെന്ന് വെച്ചാൽ, ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണോ അർജുനനായ നമുക്ക് ഓരോരുത്തർക്കും വിശദീകരിച്ചു തന്നത്, അതുതന്നെയാണ് ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ ആ ഭഗവാൻ ആ ഗീതയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഗീത ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്നത് ഉപനിഷത്തുക്കളുടെയൊക്കെ സാരാംശമാണ്. ആ സാരാംശത്തെ ആറ്റിക്കുറുക്കിയാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വെളിവാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥമൊന്നും അറിയാൻ വയ്യ. ഇതൊരു സംസ്കൃതം, ശുദ്ധ സംസ്കൃത സ്തോത്രമാണ്. എന്നിട്ടും നമ്മൾ ഇത് അർത്ഥമറിയാതെ ജപിക്കുന്നു. അർത്ഥമറിയാതെ ജപിച്ചാലും, ഇപ്പോൾ അർത്ഥമറിയാതെ ജപിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് വെച്ചാൽ, ഒരു വലിയ നിധി ഇരിക്കുന്ന ഒരു പേടകം നമുക്ക് സ്വന്തമായി. പക്ഷെ അത് തുറക്കുവാനുള്ള താക്കോൽ നമ്മളുടെ കയ്യിലില്ല. പക്ഷെ ആദ്യം നിധിയല്ലേ കിട്ടിയത്, അതിന്റെ താക്കോൽ അന്വേഷിക്കുന്ന ജോലി, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അത് തുറന്നാൽ പോരെ. ആദ്യം താക്കോൽ കിട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ഇതിന്റെ അർത്ഥം അറിയില്ല. ഇത് സംസ്കൃത ശ്ലോകമാണ്, ഇത് എങ്ങനെ ഉച്ചരിക്കും, ഉച്ചരിച്ചാൽ അക്ഷര പിശക് വരുമോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ മാറ്റി നിർത്തി ഇത് ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ താക്കോൽ അന്വേഷിക്കേണ്ട, നിങ്ങൾ ആദ്യം നിങ്ങളുടെ നിധി സ്വന്തമാക്കൂ. അത് തുറക്കുവാനുള്ള താക്കോൽ ജ്ഞാനമാകുന്ന ആ ഒരു മാർഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ ഭഗവാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു താക്കോൽപ്പടി നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിന്റെ അർത്ഥമൊന്നും അറിയാതെ തന്നെ ഇത് ചൊല്ലുമ്പോൾ, ഇത് ജപിക്കുമ്പോൾ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നതിന് ധാരാളം ഉദാഹരണമുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു മാറ്റം, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിതര സാധാരണമായിട്ടുള്ള ഒരു മാനസിക പരിവർത്തനമുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനെനിക്ക് അർത്ഥമൊന്നും അറിയാൻ വയ്യ, എന്നിട്ട് ഞാൻ ജപിക്കുന്നു, ജപിച്ചിട്ടും എനിക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ അർത്ഥം അറിഞ്ഞ് ജപിച്ചാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പൂർണ്ണമായ ആനന്ദം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അർത്ഥം അറിയാതെ ജപിച്ചിട്ട്, അതിന്റെ അക്ഷര സ്ഫുടതയില്ലാതെ ജപിച്ചിട്ട് ഒക്കെയും നമുക്ക് ഭഗവാനെ പ്രാപ്യമാകുന്നു. അപ്പോൾ ഇത് അറിഞ്ഞ് ജപിക്കുമ്പോഴോ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിന്റെ അർത്ഥത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആ ഭഗവത്ഗീതയുടെ സാരാംശമാണ് മിക്ക വരികളിലും ഉള്ളത്. വേദവ്യാസ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയും ഈ വിഷ്ണു സഹസ്രനാമവും ശമിച്ചതുകൊണ്ടാകാം ഏകദേശം ഒരുപോലെ വന്നത്. അതുമാത്രമല്ല, ഇതിലെല്ലാം പറയുന്നത് ഒരേ കാര്യം തന്നെയാണ്. ആ ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ, ഭഗവാനേ ഉള്ളൂ ഇവിടെ. നമ്മളിലും പുറത്തും എവിടെ നോക്കിയാലും ഏക ചൈതന്യമായ ആദി പരബ്രഹ്മ സ്വരൂപമായ ഒരേ ഒരു ശക്തിയെ ഇവിടെ കാണാനുള്ളൂ. ആ അനന്തകോടി ശക്തി വിശേഷത്തിന്റെ ഓരോ തുള്ളി തുള്ളി കണികകളാണ് ഇവിടെ കാണുന്ന വ്യത്യസ്തമായ രൂപഭേദങ്ങൾ, നാമങ്ങളെല്ലാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പൂർണ്ണമായി മനസ്സിലാക്കുകയാണ് നാം ഈ വിഷ്ണു സഹസ്രനാമത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ 1000 ഗുണങ്ങളാണ് 1000 നാമങ്ങളായിട്ട് നമ്മൾ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഭഗവാന്റെ ഓരോ ഗുണമാണ് ഓരോ നാമമായിട്ടും
നമ്മൾ ചിന്തിക്കേണ്ടത്. 1000 ഗുണങ്ങളെക്കുറിച്ച്, വിഷ്ണു ഭഗവാന്റെ 1000 ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് മനസ്സിലാകും. വിഷ്ണു എന്ന് പറഞ്ഞാൽ സ്ഥിതികർത്തകനായിട്ട് ഭഗവാൻ ഇവിടെ നിലനിൽക്കുന്നതിനെയാണ്. ഇപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, പരമശിവൻ എന്ന് പറയുന്നത് 3 ഡ്യൂട്ടികൾ ചെയ്യാനുള്ള 3 പേരാണ്. പക്ഷേ പരമാത്മ ചൈതന്യമായത് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു എന്ന് വെച്ചാൽ പരബ്രഹ്മ പൊരുളാണ്, തേജസ്സാണ്. ആദി മധ്യാന്തമില്ലാത്ത ആ പരമചൈതന്യമാണ് മഹാവിഷ്ണു. ആ വിഷ്ണുവിൽ നിന്നും ഇവിടുത്തെ സ്ഥിതി, ഇവിടെ നിലനിൽക്കുന്നതിനെ ഒരു നിലനിർത്തുവാനുള്ള, സ്ഥിതി ചെയ്യുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ആ ഡ്യൂട്ടിയുള്ള ആളാണ് വിഷ്ണു. അതിനെ സംഹരിക്കുന്ന ആൾ, അതിനുള്ളിലിരിക്കുന്ന മംഗളകരമായ ആത്മാവാണ് ശിവചൈതന്യം. ഇവിടെ കാണുന്ന ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലുള്ള ആ ശിവചൈതന്യമാണ് സാക്ഷാൽ രുദ്രനായ ഭഗവാൻ പരമശിവൻ. ഇവിടെ കാണുന്ന ഈ ജീവജാലങ്ങളെ ഭഗവാന്റെ ഇച്ഛാശക്തി കൊണ്ട് സൃഷ്ടിച്ച പ്രകൃതി സൃഷ്ടിക്കുമ്പോൾ അതിന്റെ ആ ബീജങ്ങളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്, സൃഷ്ടിക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന ബ്രഹ്മചൈതന്യത്തെയാണ്, ബ്രഹ്മാവിനെയാണ്. അങ്ങനെ ഈ 3 ചൈതന്യവും ഏകരായ പരമ്പൊരുളിന്റെ 3 ഭാവങ്ങൾ മാത്രമാണ്. ഇതുപോലെയല്ല 33 കോടി ദേവഗണങ്ങൾ എന്ന് പറയും സനാതന ധർമ്മത്തിൽ. അതെല്ലാം ഭഗവാന്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ, ഭാവങ്ങൾ, നാമങ്ങൾ. ഇവിടെ കാണുന്ന എത്രയോ കോടി ജനങ്ങൾ ഭൂമിയിൽ, അതിനേക്കാൾ കോടിക്കണക്കിനുള്ള സസ്യജാലങ്ങളും വൃക്ഷങ്ങളും പക്ഷിമൃഗാദികളും പ്രാണികളും, എന്തെല്ലാം മണ്ണിനടിയിൽ പോലും സൂക്ഷ്മമായ എന്തെല്ലാം ജീവികളുണ്ട്. ഇതിനെ വല്ലതും നമുക്ക് പിടിയുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചെറിയൊരു ജീവിതത്തിൽ നാം ഇതിനെപ്പറ്റി വല്ലതും കാണുകയോ അറിയുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നുണ്ടോ? നമ്മുടെ കണ്ണിൽ കാണുന്ന ഏതെങ്കിലും പ്രാണികളെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഉറുമ്പ് അല്ലെ വേറൊരു ജീവി എന്നൊക്കെ പറയുന്നു. പക്ഷേ അറിയാത്തതല്ലേ എല്ലാം ഉള്ളത്. മറ്റൊരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പ്രാണികളും ജീവജാലങ്ങളും അവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ വേറെതാവും. അപ്പോൾ നമ്മൾ പറയൂ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തെല്ലാം അത്ഭുതങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്ന ഓരോ പ്രകൃതി ദൃശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യർ അത്ഭുതപ്പെടുന്നത്. ഇവിടെ അത്ഭുതപ്പെടാൻ സത്യത്തിൽ ഭഗവാനിൽ ഒന്നുമില്ല. നമ്മൾ കാണാത്തത് കൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ അത്ഭുതം ഉണ്ടാകുന്നത്. ഇവിടെ എല്ലാം ഭഗവാൻ എന്നേ സൃഷ്ടിച്ചു വെച്ചതാണ്. ആ ഭഗവാന്റെ ഓരോ സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മാത്രമാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുവാനുള്ള ബോധം. ഭഗവാൻ ആരാണ്, ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുവാനുള്ള ആത്മബോധമുള്ള ഏക ജീവി മനുഷ്യനാണ്. ആ മനുഷ്യൻ ഭഗവാനെ അല്ലാതെ പിന്നെ ആരെയാണ് ചിന്തിക്കേണ്ടത്? കാരണം ഭഗവാൻ ഇല്ലാതെ മനുഷ്യർക്ക് എന്തെങ്കിലും ചിന്തയുണ്ടോ? ഇപ്പോൾ നാം ജീവിച്ചിരിക്കുന്നു ഉള്ളതിന്റെ തെളിവാണ് ഭഗവാൻ ഉണ്ട് എൻ്റെ ഉള്ളിൽ എന്നുള്ളതിന് തെളിവ്. എൻ്റെ ഉള്ളിൽ ഭഗവാൻ എപ്പോഴേ പോകുമ്പോൾ ഞാൻ പിന്നെ ജഡമാണ്, എനിക്കൊന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്ന ബോധം അവിടെ ഇല്ല. ആരൊക്കെയോ ചുമന്ന് ജഡത്തെ കൊണ്ടുപോകുന്നു. ആ ജഡത്തിന് വല്ല ബോധമുണ്ടോ? എന്നെ ദേ ചുമന്നു കൊണ്ടുപോകുന്നു, അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു, സംസ്കരിക്കപ്പെടുന്നു എന്ന് വല്ലോ ആ ജഡത്തിന് ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ പ്രാണൻ നിലനിർത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ശരീരമാണെന്ന്. ശരീരത്തെ നിലനിർത്തുന്ന ആരാ? പ്രാണൻ. അപ്പോൾ പ്രാണനെ നിലനിർത്തുന്നത് ആരാണെന്നുള്ള അന്വേഷണമാണ് ആത്മതത്വം. ആ പ്രാണനെ നിലനിർത്തുന്ന ആ ജീവചൈതന്യം ആണ്, പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിസ്ഫുരണമാണ് ജീവാത്മ ചൈതന്യം. ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നാം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുള്ളത്. ആ ബോധം എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒരു ജഡമാകുന്നു, മരിച്ചു പോകുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഭഗവാനെ കുറിച്ചോ നമ്മുടെ കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ സമ്പാദിച്ചതിനെക്കുറിച്ച്, മക്കൾ ഉൾപ്പെടെ അല്ലെ കുടുംബം ഉൾപ്പെടെ നാം സമ്പാദിച്ച കാര്യങ്ങളെക്കുറിച്ച് വല്ലതും നമുക്ക് ബോധമുണ്ടോ? നമുക്ക് ചിന്തയുണ്ടോ? ഒന്നുമില്ല. നാം വെറും ജഡമായി ആരുടെയൊക്കെയോ പ്രേരണ കൊണ്ട് ആരൊക്കെയോ എന്തൊക്കെയോ നമ്മെ ചെയ്യുന്നു. അത് ജീവാത്മാവായ ആ പരമ്പൊരുളിലേക്ക് ലയിക്കേണ്ട പരമാത്മ ചൈതന്യം ദൂരെ നിന്ന് ഈ ജഡത്തെ കാണിക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്നു. നിങ്ങൾ അങ്ങനെയൊന്ന് വേറിട്ട് ചിന്തിച്ചേ നമ്മുടെ മരണത്തെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടതിന്റെ പ്രാധാന്യം. നമ്മുടെ ഉള്ളിൽ ഓരോ ദിവസവും നമുക്ക് ജീവൻ തന്ന് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഇരിക്കുന്നത് കൊണ്ടാണെന്ന് പൂർണ്ണമായി ഉറപ്പിക്കൂ. ആ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രങ്ങളിലും തീർത്ഥാടനങ്ങളിലും ഒക്കെ ഭഗവാനെ അന്വേഷിച്ചു പോകുന്നത്.
തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഞാനും തീർത്ഥാടനത്തിന് മഹാകുംഭമേളയ്ക്ക് പോയ ആളാണ്. അതിലൂടെ എനിക്ക് ഒരു തീർത്ഥങ്ങളും ഇനി ആടാൻ തോന്നുന്നില്ല. കാരണം പരമമായിട്ടുള്ള ഒരു സാക്ഷാത്കാരമാണ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചത്. 1000 ജന്മത്തെ 10000 ജന്മത്തെ മനുഷ്യനായിട്ട് എത്ര പ്രാവശ്യം ജനിച്ചിട്ടുണ്ടോ, ഇനിയും ജനിക്കാനുണ്ടോ, അത്രയും ജന്മത്തെ, കോടിക്കണക്കിന് ജന്മത്തെ പുണ്യങ്ങളെല്ലാം എനിക്ക് ആ സംഗമത്തിൽ, ത്രിവേണി സംഗമത്തിൽ നിന്ന് അനുഭവിച്ചു ഞാൻ. ഇനി അതിൽ പര എനിക്കൊരു തീർത്ഥങ്ങളും ആടണ്ട. ഒരു സ്ഥലത്ത് ഗുരുവായൂർ പോലും എനിക്ക് പോകണ്ടെന്ന് തോന്നുക. കാരണം ഇനി എൻ്റെ മനസ്സ് നിറഞ്ഞു, എൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് ഞാൻ അവിടെ ആ ഈശ്വര ചൈതന്യത്തിനെ അനുഭവിച്ചു. അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇനി അതിൽ അനുഭവിച്ച സംഭവത്തിന് താഴെയുള്ളതാണ് ഈ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്നതെല്ലാം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആ ചൈതന്യത്തിൽ നിന്ന് അനുഭവിച്ച് ഒരു ആത്മനിർവൃതി കൊള്ളുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തീർത്ഥങ്ങൾ ആടാൻ പോകുന്നതും എല്ലാ തീർത്ഥാടനങ്ങളിലും അല്ലെങ്കിൽ മഹത് ക്ഷേത്രങ്ങളിലെല്ലാം പോകുന്നത്. പക്ഷേ ആ ചൈതന്യം നമ്മുടെ ഉള്ളിലിരിക്കുന്നതിനെ നാം തിരിച്ചറിഞ്ഞിട്ട് അതിനെ തന്നെ നിരന്തരം ധ്യാനിക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് നിരന്തരം ധ്യാനിക്കുന്നത്? നിരന്തരം ഓർത്താൽ മതി. വളരെ സിമ്പിളാണ്. അനന്യ ചിന്തയന്തേ മാമ്യേ ജനപരിയുപാസ്യതേ തേഷാം നിത്യ അഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അനന്യ ചിന്തയന്തേ, മറ്റൊരു ചിന്തയുമില്ലാതെ, അന്യചിന്ത കൂടാതെ എന്നെ നിരന്തരം ഭജിക്കുന്ന ഏതൊരു ഭക്തന്റെയും യോഗവും ക്ഷേമവും ഞാൻ തന്നെ നടപ്പിലാക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെയുണ്ട്. എൻ്റെ അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇതേവരെ പോയിട്ടില്ല, ഇനിയോട്ട് പോകത്തുമില്ല. ഒരു ക്ഷേത്രങ്ങളിലും പോയിട്ടില്ല. എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ കുടുംബക്ഷേത്രമായ ചെട്ടികുളങ്ങര അമ്മയുടെ സന്നിധിയിലല്ലാതെ മഹാക്ഷേത്രങ്ങളെങ്ങും പോയിട്ടില്ല. പക്ഷേ ആ അമ്മയുടെ യോഗവും ക്ഷേമവും ഭഗവാൻ നടത്തുന്നത് കാണുമ്പോൾ ഞങ്ങൾ മക്കൾ അന്തം വിട്ട് നിൽക്കും. ഇത്രയും പുണ്യം ചെയ്തതാണോ അമ്മയെന്ന്, എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഇന്ന്. അപ്പോൾ അതാണ് എനിക്കത് നേരിട്ട് ദൃഷ്ടാന്തമാണ്. എൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ചയാണത്. ഇത് അമ്മ ഒരു ഭഗവത് ഭക്തയായിരുന്നു. എനിക്കത് പിച്ച വെച്ച് നടക്കുന്ന ഓർമ്മയുള്ള കാലം തൊട്ട് അമ്മ നാമം ജപിക്കുന്ന കേട്ടിട്ട് ഞാൻ ഉണർന്നിട്ടുള്ളൂ. വൈകുന്നേരം അമ്മ നാമം ജപിക്കുന്ന കേട്ടാണ്, അല്ലെങ്കിൽ ഭാഗവതമോ അല്ലെ രാമായണമോ ഒക്കെ വായിക്കുന്ന കേട്ടാണ് സന്ധ്യകളൊക്കെ വളരെ സന്തോഷകരമാക്കി തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരം ഭഗവാനെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മാത്രമല്ല, എപ്പോഴും എൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവചൈതന്യം, എൻ്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ ഭഗവാനാണ്. നമ്മളെല്ലാവരും പറയും ഞാൻ എൻ്റെ ജീവനെ പോലെ സ്നേഹിച്ചതാ, ഇപ്പം എന്നെ ഇട്ടിട്ട് പോയ കണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ വിങ്ങിപ്പൊട്ടും, ഹൃദയം തകർന്ന് കരയും. ആരെയാണ് നമ്മൾ ജീവനെ പോലെ സ്നേഹിക്കേണ്ടത്? നമ്മുടെ ജീവൻ തന്ന് നിലനിർത്തുന്ന ഭഗവാനെ. നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ആരാണ്? ഭഗവാനാണ്. അല്ലാതെ നാം കാണുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ബന്ധങ്ങളോ മനുഷ്യരോ ആണോ? ആലോചിച്ച് നോക്കൂ. എന്നിട്ടും അങ്ങനെ കരഞ്ഞാലും നിന്റെ ഉള്ളിൽ പ്രാണനായിട്ടിരിക്കുന്നത് ഞാനാണെന്ന് ഭഗവാൻ നമ്മളോട് പറഞ്ഞു തന്നാലും അത് മനസ്സിലാക്കാതെ നാം പിന്നെയും ഈ ഭൗതിക മോഹങ്ങളെയും വ്യക്തികളെയും ഒക്കെ ചൊല്ലി കരയുമ്പോൾ ഭഗവാൻ അപ്പോഴും നമുക്കൊരാശ്രയം തരും, നമുക്കതിനൊരു സമാധാനം തരും. ഞാനാണ് നിന്റെ ഉള്ളിലിരിക്കുന്ന ജീവൻ, എന്നെ ജീവനെ പോലെ സ്നേഹിക്കൂ നീ എന്ന് പറഞ്ഞിട്ടും എന്നും ഭഗവാൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടും പിന്നെയും നമ്മൾ നമ്മുടെ ഭൗതിക മോഹങ്ങളെ ചൊല്ലി കരയുമ്പോൾ എന്നിട്ടും സ്നേഹനിധിയായ കാരുണ്യവാനായ ആ ഭഗവാൻ നമുക്ക് വീണ്ടും ആരെ ചൊല്ലി നീ കരയുന്നോ, നീ കരയണ്ട, അവരെ നിനക്ക് വീണ്ടും ഞാൻ ആശ്വാസത്തിന് ഞാൻ നിനക്ക് സ്നേഹത്തിലാക്കി തരാം, അല്ലെ നിന്നോട് അടുപ്പിച്ചു തരാം, നീ വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ വീണ്ടും നമ്മെ കൂട്ടിയിണക്കും. നമ്മുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഭഗവാൻ നമ്മുടെ ആ കണ്ണുനീർ തുടച്ചു മാറ്റും, നമ്മുടെ ഹൃദയവേദന ഭഗവാൻ ഒപ്പിയെടുക്കും. പക്ഷെ എന്നിട്ടും ഭഗവാൻ പറയാണ്, ഞാനാണ് നിന്നെ ജീവൻ, നീ എന്നെയാണ് ജീവനെ പോലെ സ്നേഹിക്കണം, ഞാനാണ് നിന്റെ ജീവൻ, ഞാനാണ് നിന്റെ ഹൃദയത്തെ ചലിപ്പിക്കുന്ന ആൾ, ഞാൻ മാത്രമാണ് നിന്റെ ഏക ബന്ധു. മറ്റു ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നിൽ തന്നെ പൂർണ്ണമായി ശരണം പ്രാപിക്കുന്ന ഏതോ ഒരു വ്യക്തിയുടെ യോഗവും ക്ഷേമവും ഞാൻ തന്നെ നടപ്പിലാക്കും. അവർക്ക് വേറെ ആരും ഇല്ലല്ലോ എന്ന ബോധം വരണം. ആ വേറെ ആരൊക്കെയോ എനിക്ക് ഉണ്ടെന്നുള്ള ബോധത്തിലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഭഗവാനെ പൂർണ്ണമായി തിരിച്ചറിയാത്തത്. വേറെ ആരും എനിക്കില്ല, ഭഗവാനല്ലാതെ ഇനിയും ആ ജീവൻ തന്ന് എനിക്കുള്ളവരുടെ എല്ലാം ജീവൻ ഭഗവാനാണ്.
എന്റെയും ജീവൻ പ്രാണനാഥൻ ഭഗവാനാണ്. പ്രാണനാഥ എന്ന് ഭഗവാനെയാണ് വിളിക്കേണ്ടത്, വേറെ ആരെയാണ് വിളിക്കേണ്ടത്? ഭൂമിയിൽ പ്രാണൻ തന്ന് നമ്മുടെ ജീവനെ നിലനിർത്തി ശരീരത്തെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന ഈ വലിയ ദൗത്യം നിർവഹിക്കുന്നത് ഭഗവാനാണ്. ഇവിടെ നടക്കുന്നതും നടന്നിരിക്കുന്നതും ഇനിയും നടക്കേണ്ടതും ഇവിടെ കാണുന്നതും നശിച്ചു പോയതും ഇനിയും ഉണ്ടാകാനിരിക്കുന്നതും എല്ലാം ഭഗവാനാണ്. ആ ഒരു മഹാസത്യം മനസ്സിലാക്കുമ്പോൾ ഭഗവാന്റെ തത്വം നമ്മുടെ ഉള്ളിൽ ഒരു നിറശോഭ പോലെ തെളിഞ്ഞു പ്രകാശിക്കും. അപ്പോൾ വിഷ്ണു സഹസ്രനാമം അതിൻ്റെ അർത്ഥസഹിതം പറയാനാണ് ഞാൻ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒത്തിരി ഭഗവാൻ ഉള്ളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുപോയി. ഇനി നമുക്ക് ആ വിഷ്ണു സഹസ്രനാമ അർത്ഥം അത് പറഞ്ഞാണല്ലോ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ആ പറഞ്ഞു തുടങ്ങിയ കാര്യം അല്പമെങ്കിലും നമുക്കിന്ന് ചർച്ച ചെയ്യാം, അത് പൂർത്തീകരിക്കാം. ആ വിഷയത്തിൽ നിന്ന് മാറിപ്പോയതല്ല. ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ വാദോരാതെ പറയുവാൻ, അനർഗളമായി സംസാരിക്കുവാൻ അങ്ങ് തോന്നുന്നതാണ്. നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ ഈ വിഷ്ണു സഹസ്രനാമം അത് ഭഗവാനാണ്. ഈ ഭഗവാന്റെ 1000 ഗുണങ്ങളെ വർണ്ണിക്കാൻ ഭീഷ്മ പിതാമഹനോ 1000 നാവുള്ള അനന്തനോ ബ്രഹ്മാദി ദേവകൾക്കോ വല്ലതും കഴിയുമോ? അപ്പോഴാണോ ഭഗവാന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ഭഗവാൻ ഒരു ജീവചൈതന്യത്തെ തന്ന് നിലനിർത്തിയ എന്നെ, ഞാൻ എന്ന് പറയുന്ന ഈ ഒരു ശരീരത്തിന് അല്ലെങ്കിൽ ഈ ബോധത്തിന് എന്ത് വർണ്ണിക്കാൻ കഴിയും? ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കാൻ 1000 നാവുള്ള അനന്തനും സാധ്യമല്ല. ഭഗവാൻ നിത്യേന ശയിക്കുന്ന ആ അനന്ത നാഗത്തിന് പോലും കഴിയില്ല. ഭഗവാനെ അറിഞ്ഞവർ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ശക്തി വിശേഷങ്ങൾ അറിഞ്ഞവർ. അപ്പോൾ എപ്പോഴും ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും പ്രാപ്യമല്ലാത്ത, അപ്പോഴാണ് ഭൂമിയിലുള്ള മഹർഷീശ്വരന്മാർക്ക് അല്ലെങ്കിൽ യോഗികൾക്ക് ഒക്കെ പ്രാപ്യമാണോ? അല്ല. അവരും നൂറ്റാണ്ടുകളായി ജന്മജന്മാന്തരങ്ങളായി തപസ്സനുഷ്ഠിച്ചാലേ ഭഗവാനെ അനുഭവിച്ച് ആ തത്വം ഉൾക്കൊണ്ട് എന്നിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനെ അനുഭവിക്കാൻ ഓരോരുത്തർക്കും കഴിയൂ. അങ്ങനെയുള്ള ആ ഭഗവാന്റെ 1000 നാമം വർണ്ണിക്കുവാനുള്ള വല്ല അറിവും എനിക്കുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് ഭഗവാൻ തന്നതാണ്. ഭഗവാന്റെ വാക്കുകളിലൂടെയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ എളിയ ഉദ്യമം ആരംഭിക്കാം. 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഭഗവാന്റെ പത്മപാദങ്ങളിൽ ഓരോ വാക്കുകളെയും അർത്ഥങ്ങളെയും ഒക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിവരിക്കാം. എല്ലാവരും ഭക്തിയോടെ അത് കേട്ട് മനസ്സിലാക്കി, ഇതുവരെയും അർത്ഥമറിയാതെ ഞാൻ ജപിച്ചു എന്ന് ഒരു തെറ്റുമില്ല, വാക്ശുദ്ധിയില്ലാതെ ജപിച്ചു, ഒരു തെറ്റുമില്ല. നിങ്ങൾ ജപിക്കാൻ തുടങ്ങിയോ? അതാണ് അവിടെ പ്രധാനം. ഞാനതാ എപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എനിക്ക് ആ ശുദ്ധിയില്ല, ആഹാരശുദ്ധിയില്ല, മറ്റു ശുദ്ധിയില്ല, അതില്ല, ഇതില്ല, എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ശുദ്ധിയില്ല, ഇങ്ങനെയുള്ള ശുദ്ധിയില്ല, ഞാൻ അശുദ്ധമാണ് എന്നൊക്കെ പറയുന്നതല്ല. ഞാനെന്ന് പറയുന്നതിന് ഒരു ശുദ്ധി കുറവുമില്ല, അത് പരിശുദ്ധമാണ്. അതിനിപ്പുറത്ത് വരുന്ന ആ ഞാൻ നിലനിൽക്കുന്ന ശരീരത്തിനും ആ ശരീരം നിലനിൽക്കുന്ന ചുറ്റുപാടിനുമാണ് അശുദ്ധിയുള്ളത്. ഞാൻ എന്ന് പറയുന്ന ബോധത്തിനൊരു അശുദ്ധിയുമില്ല. കാരണം അത് പരമാത്മ ചൈതന്യത്തിന്റെ പ്രതിസ്ഫലനമാണ് ജീവാത്മാവായ ഓരോ ജ്ഞാനികളും. അപ്പോൾ അവിടെ എവിടെയാണ് അശുദ്ധി? എവിടെയാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എവിടെ ഇരുന്ന് വേണേലും ഏത് അവസരത്തിലും ഭഗവത് നാമം ഉച്ചരിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. കാരണം ഭഗവാന്റെ നാമം ഉച്ചരിക്കാനാണ് നമുക്ക് ഹൃദയം തന്നിരിക്കുന്നത്, മനസ്സ് തന്നിരിക്കുന്നത്, നാവ് തന്നിരിക്കുന്നത്, ചിന്താശേഷി തന്നിരിക്കുന്നത് എല്ലാം ആ ഭഗവാനെ നിറയ്ക്കുവാൻ വേണ്ടിയാണ്. ഭഗവാനാണ് എൻ്റെ ഉള്ളിൽ നിന്നുള്ള പരമസത്യത്തെ ഉറപ്പിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ അർത്ഥം അറിയാതെ ഞാൻ ജപിച്ചു പോയി, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായി അറിവില്ല. വേണ്ട, അറിയണ്ട. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഭഗവാൻ എന്ന നിധിയാണ്. ആ നിധിയുടെ പേടകമാണ്. അത് ജപിച്ച് 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 നിങ്ങൾക്ക് തന്നെ അത് തുറക്കാൻ സാധിക്കും. ആദ്യം കിട്ടേണ്ടത് താക്കോലല്ലല്ലോ. ആദ്യം കിട്ടേണ്ടത് എന്താണോ അന്വേഷിക്കുന്ന ആ സാധനമാണ്. താക്കോൽ നമുക്ക് എങ്ങനെയെങ്കിലും തുറന്നെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഭഗവാന്റെ 1000 നാമങ്ങൾ. വിശ്വം എന്ന് ആ 1-ാമത്തെ നാമം നോക്കാം. വിശ്വം എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ. ഇവിടെ
ഇവിടെ നമ്മൾ കാണുന്നതും നമ്മൾ കാണാത്തതുമായ ഈ 14 ലോകങ്ങളും അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളും അടങ്ങുന്ന ആ ഒരു പ്രപഞ്ചം എന്നുവെച്ചാൽ ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് എന്താണോ അതാണ് വിശ്വം. രണ്ടാമത്തെ നാമം വിഷ്ണുഹി. വിഷ്ണുഹി എന്ന് വെച്ചാൽ എന്തുവാ, വ്യാപനശീലമുള്ളവനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അതായത് വ്യാപനശീലം എന്ന് വെച്ചാൽ എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചൈതന്യം. നമ്മൾ ഏത് ലോകത്ത് പോയാലും ഏത് പ്രദേശത്തെത്തിയാലും ഏത് മണ്ഡലങ്ങളിലൊക്കെ എത്തിയാലും അവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം, അവിടെ എല്ലാം ഉള്ളത്. ഇവിടെ എന്താണോ ഉള്ളത്, ഈ പ്രപഞ്ചത്തിന് വെളിയിലേക്ക്, ഈ വിശ്വത്തിന് വെളിയിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? നമ്മൾ എവിടെ പോയാലും ഈ വിശ്വത്തിന്റെ ഉള്ളിലാണ്. അപ്പോൾ ആ വിശ്വത്തിന്റെ ഉള്ളിൽ ജീവവായുവായി ശ്വാസമായി നമ്മൾക്ക് ഇവിടെ ജീവിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ആ വിഷ്ണു എന്ന് പറയുന്ന എല്ലായിടവും വ്യാപനശീലമുള്ള ആ ഒരു ഭഗവത് ചൈതന്യമാണ്. അപ്പോൾ വിഷ്ണു എന്നാൽ വ്യാപനശീലമുള്ള ആ ഭഗവാന് ആദിയില്ല, അന്തമില്ല, കാലദേശങ്ങളൊന്നുമില്ല. ആ കാലങ്ങൾക്കും ദേശങ്ങൾക്കും ആദ്യവും അന്തവും ഒന്നുമില്ലാത്ത, അതിനെല്ലാറ്റിനും ഉപരിയായ ആ ഒരു പരമാത്മാവ്, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു വലിയ ഒരു ബോൾ എടുത്തു കഴിഞ്ഞാൽ ആ ബോളിനുള്ളിൽ ഒരു വലിയ ബോളിന്റെ രൂപത്തിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. അതിനുള്ളിൽ ഒരുപാട് റെസ്റ്റോറന്റുകളും മറ്റ് കടകളും നമുക്ക് ജീവിതത്തിൽ വേണ്ട കുറച്ച് റോഡുകള്, കളിസ്ഥലങ്ങള്, സിനിമ തിയേറ്ററുകൾ, അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു മോൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിന് അതിൽ എന്തെല്ലാം സാധനങ്ങൾ കാണും, എന്തെല്ലാം സ്ഥാപനങ്ങൾ കാണും. അതെല്ലാം ഒരെണ്ണത്തിലാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കാണുന്നതെല്ലാം നമ്മൾ കാണാത്തതും, നമ്മുടെ ഈ മാംസചക്ഷുസ് കൊണ്ട് എന്ത് കാണുന്നു, ആ കാണാൻ കഴിയാത്തതും കാണുന്നതുമായ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരു സാധനത്തിനുള്ളിലാണ്. ആ സാധനത്തിന്റെ പേരാണ് വിഷ്ണു. അപ്പോൾ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യാപനശീലമുള്ള ആള്. അടുത്ത മൂന്നാമത്തേത് വഷട്ട്. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ. വഷട്കാരൻ എന്ന് വെച്ചാൽ എന്താണ്? വഷട്ട് എന്ന അതൊരു മന്ത്രമാണ്. ആ മന്ത്രം നമ്മൾ യജ്ഞ അവസാനം പുരോഹിതന്മാർ ആ യജ്ഞത്തെ ഉപസംഹരിക്കുന്നത് വഷട്ട് എന്ന ശബ്ദത്തോടുകൂടിയാണ്, എന്ന നാമത്തോടുകൂടിയാണ്. അത് ഓരോ യജ്ഞവും മന്ത്രം ചൊല്ലി അവസാനിപ്പിക്കുന്നത് ഏത് ദേവന് വേണ്ടിയാണോ അതിനെയാണ് വഷട്കാരൻ എന്ന് പറയുന്നത്. ഏത് ദേവനെ ഉദ്ദേശിച്ചിട്ടാണോ ഈ വഷട്കാരഹ എന്ന യജ്ഞശബ്ദം ആരെ ഉദ്ദേശിച്ചാണോ ഈ പുരോഹിതന്മാർ ഉച്ചരിക്കുന്നത്, അതിന്റെ കാരകനായ ആ ദേവനാണ് ആര്? ഭഗവാൻ. അപ്പോൾ എല്ലാ വേദമന്ത്രങ്ങളുടെയും യജ്ഞമന്ത്രങ്ങളുടെയും യാഗകർമ്മങ്ങളുടെയും കാരകൻ ആരാണെന്നാണ് അവിടെ അർത്ഥം കൊടുക്കേണ്ടത്. ആരാണ് കാരകൻ? ഭഗവാൻ. ആ ഭഗവാനാണ് സാക്ഷാൽ മഹാവിഷ്ണു. വിഷ്ണുവല്ല, മഹാവിഷ്ണു. അപ്പോൾ ഇപ്പൊ ഭഗവാന്റെ 3 ഗുണങ്ങളാണ് പറഞ്ഞത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആൾ, ഈ പ്രപഞ്ചമാണ് വിഷ്ണു. രണ്ടാമത് പറഞ്ഞ് വിശ്വം പറഞ്ഞു, വിഷ്ണു പറഞ്ഞു. വിഷ്ണു എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ മാത്രം സൃഷ്ടിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഉന്നതമായ സ്ഥലത്ത് മാറിയിരിക്കുന്ന ആളല്ല ഭഗവാൻ. അതിനുള്ളിലെല്ലാം വ്യാപരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരാൾ ഒരു വലിയ സ്ഥാപനം നടത്തി എല്ലാം ഉണ്ടാക്കി ഓരോരുത്തരുടെയും കയ്യിൽ അതിന്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു റൂമിൽ പോയി ഞാനാണ് ഇതിന്റെ അധികാരി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരിൽ നിന്ന് അകന്ന് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു റൂമിൽ പോയി കുത്തിയിരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇതിനെ എല്ലാം നോക്കി നടത്തുവാൻ എവിടെ ആരെപ്പോ ചെന്നാലും ഇതിന്റെ ഉടമസ്ഥനെ എവിടെയും കാണാൻ കഴിയും. എല്ലാറ്റിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അത് ചെയ്യുന്നത് ശരിയാണോ, ഇവിടെ സ്ഥാപനം ശരിയാണോ, ഇപ്പുറത്തുള്ള ജോലിക്കാർ കറക്റ്റായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, ആരൊക്കെ നന്നായിട്ട് ചെയ്യുന്നു, ആരൊക്കെ മോശമായിട്ട് ചെയ്യുന്നു, ആരൊക്കെ അലസരായിട്ടിരിക്കുന്നു, ഇങ്ങനെ എല്ലാറ്റിലും നോക്കി നടക്കുന്ന ഒരാളാണ് വിഷ്ണു എന്ന് പറയുന്നത്. കാരണം അദ്ദേഹമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ അദ്ദേഹമാണ് ആ വിശ്വം.
ആ വിശ്വത്തിൽ ഒരിടത്ത് എവിടെയെങ്കിലും ഉന്നതമായ ഒരു സ്ഥലത്ത് കയറി ഇരിക്കുകയല്ല ഭഗവാൻ ചെയ്യുന്നത്. ഈ വിശ്വം മുഴുവൻ വ്യാപനശീലമായിട്ടുള്ളവൻ, വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നവൻ. അപ്പൊ 2 ഗുണം പറഞ്ഞു. ഒന്ന്, ഈ പ്രപഞ്ചം, ഈ അണ്ടകടാഹം മുഴുവൻ ഭഗവാന്റെ ഗുണമാണ്. ആ ഭഗവാൻ അങ്ങനെ ഈ മുഴുവൻ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചയാൾ. രണ്ടാമത്തേതോ, അതിലെല്ലാം വ്യാപരിച്ചിരിക്കുന്ന ആൾ. അതാണ് വ്യാപനശീലമുള്ള ആളിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണു ഹി രണ്ടാമത്തെ. മൂന്നാമത്തേതോ വഷട്ട് എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം. വഷട്ട് എന്ന് വെച്ചാൽ വേദമന്ത്രങ്ങളുടെ ആ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോഴുള്ള പുരോഹിതന്മാർ ജപിക്കുന്ന മന്ത്രത്തിന്റെ അവസാനം വഷട്കാര എന്ന ശബ്ദത്തോടു കൂടിയാണ് അത് അവസാനിപ്പിക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്നത്? ഭഗവാനെ പ്രാർത്ഥിക്കും. ഇപ്പൊ അഗ്നിദേവന് വേണ്ടിയാണെങ്കിലും, സൂര്യഭഗവാന് വേണ്ടിയാണെങ്കിലും, ഇന്ദ്രന് വേണ്ടിയാണെങ്കിലും, വരുണന് വേണ്ടിയാണെങ്കിലും, അല്ലെങ്കിൽ പ്രകൃതീശ്വരിയായ ദേവിക്ക് വേണ്ടിയാണെങ്കിലും യജ്ഞങ്ങൾ ചെയ്യുന്നത്, ഗണപതിക്ക് വേണ്ടിയാണെങ്കിലും, ആ ചെയ്യുന്നതെല്ലാം എവിടേക്കാണ് എത്തുന്നത്? ഏകനായ ആ ബ്രഹ്മചൈതന്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ആ ബ്രഹ്മചൈതന്യമാണ് എല്ലാ യജ്ഞങ്ങളും സ്വീകരിക്കുന്ന ആള്. അപ്പോൾ യജ്ഞാധിപനായ, യജ്ഞസ്വരൂപനായ ഭഗവാന്റെ ഗുണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് വേദകർമ്മങ്ങളോ യാഗകർമ്മങ്ങളോ എന്ത് തന്നെ യജ്ഞങ്ങൾ ചെയ്താലും അത് സ്വീകരിക്കുന്ന സ്വീകർത്താവ് ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവായ ആനന്ദനാരായണനായ ആദിമൂർത്തി. അതാണ് വഷട്കാരഃ എന്ന വാക്കിന്റെ ശബ്ദത്തിന്റെ അർത്ഥം. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതഭവ്യ ഭവത് പ്രഭു, അതാണ് 4-ാമത്തെ നാമം. ഭൂതം എന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളെയാണ് ഭൂതകാലം എന്ന് പറയുന്നത്. ഭവ്യം ഭാവി, അതായതാണ് വരാനിരിക്കുന്ന കാലം. ഭൂതഭവ്യം. ഇനി ഭവതോ, ഭവത് എന്ന് വെച്ചാൽ ഇപ്പോഴുള്ളത്. അപ്പോൾ ത്രികാലത്തെയുമാണ് അവിടെ പറയുന്നത്. ഭൂതം ഭവ്യം ഭവത് എന്ന് വെച്ചാൽ ഭൂതകാലം, വരാനിരിക്കുന്ന കാലം, ഇപ്പോൾ നടക്കുന്ന കാലം. ഇങ്ങനെയുള്ള 3 കാലത്തിലും സകലതിന്റെയും പ്രഭു, എല്ലാറ്റിന്റെയും പ്രഭുവായിരിക്കുന്ന, അധിപനായിരിക്കുന്ന, ആ ആചാര്യനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനെയാണ് അവിടെ ആ 4-ാമത്തെ ആ നാമത്തിലൂടെ ഭഗവാനെയാണ്, അങ്ങനെയുള്ള ഭഗവാനെയാണ് അവിടെ വിവരിക്കുന്നത്. ഭൂതഭവ്യ ഭവത് പ്രഭു. ഭൂതം, ഭാവി, വർത്തമാനം, ഈ 3 കാലത്തിന്റെയും, അതുപോലെ ഈ 3 കാലത്തിലുമുള്ള എല്ലാറ്റിന്റെയും പ്രഭുവായിരിക്കുന്ന ആൾ. അപ്പോൾ ഭഗവാന്റെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. ഞാനിപ്പോൾ 4 ഗുണങ്ങളാണ് പറഞ്ഞത്. ഓരോന്നും ഓർമ്മ വേണം. ഇതുപോലെ ഈ 1000 നാമങ്ങളുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ആരുടെയും ഗുണം കേൾക്കാൻ പോകില്ല. വേറെ ആർക്കും ഈ ഗുണങ്ങളൊന്നും ഇല്ല. എല്ലാ ഗുണങ്ങളും തികഞ്ഞവൻ ആരാണ്? ഭഗവാൻ. അടുത്തത് 5-ാമത്തെ നാമം ഭൂതകൃത്. ഭൂതകൃത് എന്ന് വെച്ചാൽ എല്ലാ ഭൂതങ്ങളുടെയും, കൃത് എന്ന് വെച്ചാൽ സൃഷ്ടിക്കുക എന്ന, എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നു. എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നത്, കാണുന്ന ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളും, മനുഷ്യനും ജീവജാലങ്ങളും എല്ലാം ഉൾപ്പെടുന്ന ഇവിടെ കാണുന്ന ഈ ഭൂരൂപങ്ങളും പ്രകൃതിയും എല്ലാം സൃഷ്ടിക്കുന്ന, വായു, ജലം, അഗ്നി, ആകാശം എല്ലാത്തിനും സൃഷ്ടിപ്പിക്കുന്ന, എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന ആളാണ് ഭൂതകൃത് എന്ന് വെച്ചാൽ ഭൂതങ്ങളെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മദേവനല്ലേ, ഭഗവാൻ ശ്രീനാരായണനാണോ? അപ്പോൾ ബ്രഹ്മദേവനായിട്ട് സൃഷ്ടി നടത്തുന്നതും ആരാണ്? ഭഗവാനാണ്. ആ രജോ ഗുണത്തിലാണ് ബ്രഹ്മദേവൻ നിലകൊള്ളുന്നത്. ആ രജോ ഗുണത്തെ ഭഗവാൻ സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മദേവനായി മാറി, ആ ബ്രഹ്മദേവന്റെ ഗുണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടി നടത്തുന്നു. പക്ഷെയോ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ എന്തുമായിട്ട് നിലനിൽക്കുന്നു? ഇവിടുത്തെ ബ്രഹ്മദേവൻ നടത്തിയ സൃഷ്ടിയെയൊക്കെ നിലനിർത്തുകയും ചെയ്യുന്നത് സത്വഗുണപ്രധാനിയായ വിഷ്ണു ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ത്രിഗുണങ്ങൾക്കും അതീതനായ ശുദ്ധ സ്ഫടിക നിർഗുണ ബ്രഹ്മമാണ്. പക്ഷേ ഭഗവാൻ ഇവിടെ സൃഷ്ടിവേലകളിൽ ഏർപ്പെടുമ്പോൾ രജോ ഗുണത്തിൽ ബ്രഹ്മദേവനായും സത്വഗുണത്തിൽ വിഷ്ണു പിന്നെയോ തമോ ഗുണത്തിൽ സാക്ഷാൽ
ശ്രീ പരമേശ്വരനായും ഇവിടെ ഭഗവാൻ തന്നെയാണ് രൂപം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഒന്നേയുള്ളൂ. ശിവനെ ആരാധിക്കുന്നവർ പറയും വിഷ്ണുവിനെ ആരാധിക്കുമ്പോൾ ശിവൻ ഇഷ്ടപ്പെടില്ല. ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കുക? ശിവൻ എന്ന് വെച്ചാൽ അവനവന്റെ ഉള്ളിലിരിക്കുന്ന മംഗളത്തെയാണ്, ആ മംഗളദായിയായ ആത്മചൈതന്യത്തെയാണ് ശിവൻ എന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ശക്തി, ആ ആത്മചൈതന്യമാണ് ശിവൻ. ആ ശിവമായിരിക്കുന്ന ആ അവസ്ഥ പോകുമ്പോഴാണ് ശവമായി പോകുന്നത്. ശവം എന്ന് വെച്ചാൽ ജഡം. അപ്പോൾ ഭൂതകൃത് എന്ന നാമത്തിന്റെ അർത്ഥം മനസ്സിലായി. എല്ലാ ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്ന ആൾ, അതായത് സൃഷ്ടി നടത്തുവാൻ ബ്രഹ്മദേവനായും നിലനിർത്തുവാനായി വിഷ്ണു ഭഗവാനായും സംഹരിക്കുവാനായി സാക്ഷാൽ രുദ്രനായും 3 ഗുണങ്ങൾ സ്വീകരിച്ച് ഇവിടെ എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന ഭൂതകൃത്. അടുത്തത് ഭൂതഭൃത് എന്ന 6ാമത്തെ നാമം നോക്കാം. എല്ലാ ഭൂതങ്ങളുടെയും, ഭൂതങ്ങൾ എന്ന് വെച്ചാൽ ചരാചരങ്ങളുടെ ഭൃത്ത് എന്ന് വെച്ചാൽ പരിപാലിക്കുന്ന ആ മഹാവിഷ്ണു. അതാണ് ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞത്. എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മദേവന്റെ രൂപത്തിൽ ഭഗവാൻ ഇവിടെ അവതാരം ചെയ്യുന്നു. അതുപോലെ തന്നെ ഭൂതഭൃത്, എല്ലാ ഭൂതങ്ങളെയും സംരക്ഷിക്കുന്ന നിലനിർത്തുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാനും സ്ഥിതി രൂപത്തിൽ വിഷ്ണു ഭഗവാനായി പരമാത്മ ചൈതന്യം ഇവിടെ നിലനിൽക്കുന്നു. അപ്പോൾ ഭൂതഭൃത് ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഭാവഹ. ഭൂതകൃത് ഭാവഹ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളതിനെയാണ് എന്ന്. ഭാവം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള യഥാർത്ഥത്തിലുള്ള സത്തിനെയാണ് ഭാവ. ഈ പദം വീണ്ടും പലയിടത്തും ആവർത്തിക്കുന്നുണ്ട് ഈ സ്തോത്രത്തിലെ. അപ്പോൾ ഭാവ എന്ന വാക്ക് ഇവിടെ ഉള്ള സത്ത് എന്താണോ ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മെ തന്നെ എടുക്കുക. നമ്മുടെ സത്ത് എന്താണ്? നമ്മളിരിക്കുന്ന ആത്മചൈതന്യമാണ്. ആ സത്തുള്ളത് കൊണ്ടാണ് നമുക്ക് പ്രാണനെ നിലനിർത്തി ഈ ശരീരം തന്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നത്. ഇതിൽ സത്ത് പോയി കഴിഞ്ഞാൽ വെറും ജഡമായി മാറും. അപ്പോൾ അങ്ങനെ ഓരോ ജീവിയുടെ സത്ത് എടുത്ത് നോക്കൂ. ഒരു ചെടിയുടെ ആണെങ്കിൽ വളരാനുള്ള, പൂക്കാനുള്ള, കായ്ക്കാനുള്ള ആ ഒരു സത്ത്, പർവ്വതങ്ങൾക്ക് കാഠിന്യത്തിന്റെ സത്ത്, സമുദ്രങ്ങൾക്ക് ലവണങ്ങളുടെ സത്ത്, മരുഭൂമിക്ക് ഊഷരതയുടെ സത്ത്, എവിടെ എന്തെടുത്തു നോക്കിയാലും എല്ലാറ്റിനും സത്തുണ്ട്. പക്ഷികൾക്കും പ്രാണികൾക്കും പുഴുക്കൾക്കും കൃമികീടങ്ങൾക്കും എല്ലാറ്റിൻ്റെ ഉള്ളിലൊരു സത്തുണ്ട്. ആ സത്തില്ലെങ്കിൽ അതെല്ലാം വെറും ജഡം. അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സത്തിനെയാണ് ഭാവഹ എന്ന ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാറ്റിൻ്റെയും ഉള്ളിൽ അന്തര്യാമിയായി സത്തായി നിലനിൽക്കുന്ന ഭൂതാത്മാ. ഭാവഹ കഴിഞ്ഞ് അടുത്ത നാമം 8ാമത്തെ നാമമാണ് ഭൂതാത്മാ എന്നാൽ എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി കുടികൊള്ളുന്ന ആ ഗുണം. എല്ലാ ഭൂതങ്ങളുടെ ഉള്ളിലെല്ലാം ആത്മാവായി കുടികൊള്ളുന്ന ആ ഭഗവാന്റെ ഗുണം. അടുത്തത് 9ാമത്തേത് ഭൂതഭാവനഃ എന്ന് വെച്ചാൽ, ഭാവന എന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞു, ഇവിടെ ഉള്ളത് എന്താണോ ഉള്ളത്, എന്താണ് ഇവിടെ സത്തായി നിലനിൽക്കുന്നത്, അത് എല്ലാ ഭൂതങ്ങളുടെയും ഉള്ളിൽ ഉണ്മയായി ആ സത്തായി വിളങ്ങുന്ന ഗുണം. അതായത് ജഡമായ ശരീരത്തിൽ സത്തായി നിലനിൽക്കുന്ന എല്ലാ ഭൂതങ്ങളെയും ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്ന ആ ശക്തി നിലനിൽക്കുന്ന ഭഗവാനെ തന്നെയാണ് ഭൂതഭാവന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഭൂതഭാവന ആ ആദ്യത്തെ ഒരു 2 വരി ഒരു ശ്ലോകമാണ് നമ്മൾ ഇത്രയും വിശദീകരിച്ചത്. എത്രയും വിശദീകരിക്കാനുണ്ടത്, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഭഗവാന്റെ ഗുണങ്ങളല്ലേ പറയുന്നത്. എത്ര വിശദീകരിച്ചാലാണ് അതൊന്ന് അടങ്ങുക, മനസ്സടങ്ങുക. അപ്പോൾ ആ 2 ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ദിവസം അടുത്ത ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം. ആദ്യത്തെ ശ്ലോകം: ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ഈ ഓരോ വാക്കുകളെയും അർത്ഥം ഭഗവാനെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുവാൻ
എല്ലാവർക്കും കാരണമാകട്ടെ, എല്ലാവരും ഇത് ശ്രദ്ധിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ സഹസ്രനാമ സ്തോത്രം ഭഗവാന്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ഇതുപോലെ അർത്ഥം ഇത്രയും വിശദമായി മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഞാൻ അധികം മറ്റ് ചാനലുകൾ ശ്രദ്ധിക്കില്ല. കാരണം ഞാൻ എൻ്റെതായ ഒരു ശൈലിയിൽ, ഭഗവാൻ എനിക്ക് തരുന്ന ഒരു ശൈലിയുണ്ട്. ഭഗവാൻ എന്നിൽ നിന്ന് സംസാരിക്കുന്നു, ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു ശൈലിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. മറ്റ് ഉള്ളവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അത് ഞാൻ ഈ പറയുന്നതിൽ വലിയ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലല്ലോ മറ്റുള്ളവർ പറയുന്നത്, അവരെ പോലെ പറയാം എന്നൊക്കെ എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ ശൈലി, എൻ്റെ ഭഗവാന്റെ ശൈലി വിട്ടുപോകാതിരിക്കാൻ ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. എന്നിൽ തന്നെ ഞാൻ ഒതുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിശദമായി ഈ ഭഗവാന്റെ നാമങ്ങൾ മറ്റുള്ളവർ ചർച്ച ചെയ്യുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഭഗവാൻ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി ഞാൻ പറഞ്ഞു തരുമ്പോൾ ഇത് കേൾക്കുവാൻ ആളുണ്ടാവണം. ഇത് കേട്ട് ഓരോരുത്തരുടെയും മനസ്സിലുള്ള കൽമഷങ്ങൾ കഴുകിക്കളഞ്ഞ് ഹൃദയശുദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.